നമുക്ക് പേജ് നമ്പർ 175 രണ്ടാമത്തെ പ്രോബ്ലം കൂടി ഒന്ന് ടീച്ചർ ചെയ്തു തരാം. അത് കാരണം നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വരാൻ ഇടയുള്ളത് കൊണ്ട് ടീച്ചർ അതുകൂടി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നു. അതിൽ 2 എക്സാമ്പിളുകളെ നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ. ബാക്കി നിങ്ങൾ അതേപോലെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ സ്വയം വിലയിരുത്തണം. ഞാൻ എത്ര കണക്ക് ചെയ്ത് തന്നിട്ടും കാര്യമില്ല. നിങ്ങളിത് ചെയ്ത് നിങ്ങളെ കയ്യിൽ ഉറച്ചാൽ, അതിൻ്റെ ആശയം ഉറച്ചാലേ നിങ്ങൾക്കത് ഗുണം ചെയ്യുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പേജ് നമ്പർ 175 രണ്ടാമത്തെ പ്രോബ്ലം. ടേക്കിംഗ് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആസ് എക്സ്, വൈ ആൻഡ് കമ്പ്യൂട്ട് എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈ. നേരത്തെ ചോദ്യത്തിൽ നമ്മളോട് ഒരു വേരിയബിൾ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ 2 വേരിയബിൾസ് എക്സും എടുക്കണം വൈയും എടുക്കണം. 2 വേരിയബിൾസിന് വ്യത്യസ്ത വിലകൾ എടുക്കണം. എന്നിട്ട് അവ തമ്മിൽ ആഡ് ചെയ്യണം. എക്സ് പ്ലസ് വൈ കാണണം, അതേപോലെ എക്സ് മൈനസ് വൈയും നിങ്ങൾ കണ്ടുപിടിക്കണം. ചെക്ക് വെദർ ദ ഫോളോയിങ് ഹോൾസ് ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് നമ്പേഴ്സ്. താഴെ കഴിഞ്ഞ കണക്കിലെ പോലെ തന്നെ 3 ഇക്വേഷൻസ് കൊടുത്തിരിക്കുന്നു. ആ 3 ഇക്വേഷൻസ് ശരിയാണ് എന്ന് നമ്മൾ സമർത്ഥിക്കണം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതാണ് ടീച്ചർ ഇവിടെ ടേബിൾ ആയിട്ട് വരച്ചിരിക്കുന്നത്. ആ ചോദ്യങ്ങൾ ഞാൻ ഹെഡിങ് ആയിട്ട് കൊടുത്തു. എക്സിനും വൈയും നിങ്ങൾ എടുക്കണം, എക്സും വൈയും കൂടെ ആഡ് ചെയ്യണം, എക്സിൽ നിന്ന് വൈ സബ്ട്രാക്ട് ചെയ്യണം. അതിനുശേഷം ഈ സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ വാല്യൂവിൽ നിന്ന് എക്സിനെ കളഞ്ഞാൽ നമുക്ക് വൈ കിട്ടും. നമുക്കറിയാലോ, എക്സിൽ നിന്ന് എക്സ് പ്ലസ് വൈയിൽ നിന്ന് എക്സ് പോയാൽ ബാക്കിയുള്ളത് ഏതാണ്? വൈ ആണ് വരിക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ശരിയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതേപോലെ എക്സും വൈയും കൂടെ ആഡ് ചെയ്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് വൈ കുറച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക? എക്സ് ആണ് കിട്ടുക. അതും ശരിയാണെന്ന് നമുക്ക് അറിയണം. അതേപോലെ എക്സ് മൈനസ് വൈയിൽ നിന്ന് എക്സ് മൈനസ് വൈ പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ആണ് കിട്ടുക. അതായത് നെഗറ്റീവ് വൈ പ്ലസ് പോസിറ്റീവ് വൈ 0 ആയിട്ട് പോകും. ബാക്കി വരുന്ന ക്വാണ്ടിറ്റി ഏതാണ്? എക്സ് ആണ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എക്സിനും വൈക്കും 2 വിലകൾ എടുത്തിരിക്കുന്നു. എക്സിന് 7ഉം വൈക്ക് 2ഉം. ഇതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് പരിശോധിക്കണം. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് എക്സിന് 0 കൊടുത്തു, വൈക്ക് മറ്റൊരു വില കൊടുത്തു. അതേപോലെ എക്സ് മറ്റൊരു വില കൊടുത്തു, വൈ 0 ആക്കി. അതായത് 0 വരുമ്പോഴും എന്താണ് ഉണ്ടാവുക നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കൂ, 7ഉം 2ഉം കൊടുത്താൽ 7 പ്ലസ് 2 എക്സും വൈയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുക? 9 ആണ് കിട്ടുക. 7ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 5 ആണ് കിട്ടുക. 5ഉം 2ഉം 7. ഏത് നമ്പർ ഇവിടെ 2ഉം കൂടെ കൂട്ടി അത് കിട്ടണം. ഇനി എക്സ് പ്ലസ് വൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് 9 ആണ്. അതിൽ നിന്ന് എക്സ് കുറയ്ക്കണം. എക്സ് കുറച്ചാൽ 7 ആണ് എക്സിന്റെ വില, ഈക്വൽ ടു 2. അതെന്താണ്? വൈ ആണ്. നോക്കൂ, വൈയുടെ വില 2 ആണ് എടുത്തിരിക്കുന്നത്. അത് ശരിയായി. ഇനി എക്സ് പ്ലസ് വൈ 9 ആണ്. അതിൽ നിന്ന് വൈയുടെ വില കുറയ്ക്കണം. വൈയുടെ വില കുറച്ചാൽ 2 ആണ്. അപ്പൊ എന്താണ് കിട്ടുക? 7 എന്ന് കിട്ടും. 7 എന്തിന്റെ വിലയാണ്? എക്സിന്റെ വിലയാണ്. ശരിയായിട്ട് കിട്ടിയല്ലോ. ഇനി അടുത്തത് എക്സ് മൈനസ് വൈയിൽ നിന്ന് വൈയോട് വൈ ആഡ് ചെയ്യണം. അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 5 ആണ്. 5 പ്ലസ് വൈയുടെ വില 2 ആണ്. 5 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 7. ഈ 7 എന്ന് പറയുന്നത് എന്തിന്റെ വില തന്നെയാണ്? എക്സിന്റെ വില തന്നെയാണ്. അപ്പോൾ എക്സിനും വൈക്കും 2 പോസിറ്റീവ് വിലകൾ എടുക്കുമ്പോൾ ഈ ഇക്വേഷൻസ് അനുസരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഇതിന് 2നും നെഗറ്റീവ് കൊടുത്തു നോക്കുക. 2ഉം നെഗറ്റീവ് ആയാൽ നമുക്കറിയാം, ഇത് നിങ്ങൾക്ക് ഉറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. നെഗറ്റീവ് 7 പ്ലസ് നെഗറ്റീവ് 2, 2ഉം നെഗറ്റീവ് ആണ്. അപ്പൊ ആൻസറും നെഗറ്റീവ് ആണ്. 7 പ്ലസ് 2 9. അടുത്തത് നെഗറ്റീവ് 7ൽ നിന്ന് നെഗറ്റീവ് 2 കുറയ്ക്കുക. അങ്ങനെ പറഞ്ഞു എഴുതിയാൽ നമുക്ക് തെറ്റില്ല. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -7. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയിട്ട് മാറും 2. അപ്പോൾ 7 നെഗറ്റീവും 2 പോസിറ്റീവും. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 5 എന്ന് കിട്ടും. വലുതിന്റെ ചിഹ്നം -5 എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എക്സ് പ്ലസ് വൈ. എവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് -9 ആണ്. അതിൽ നിന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്യുകയാണ് വേണ്ടത്. എക്സിന്റെ വില -7 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -9. മൈനസ് ഓഫ് 7 എന്ന് പറയുന്നത് +7 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 എന്നായിട്ട് മാറും. അത് തന്നെയാണല്ലോ വൈയുടെ വില. അപ്പൊ അത് ശരിയായി. അടുത്തത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് -9 ആണ്.
അതിൽ നിന്ന് y കുറയ്ക്കണം. y കുറച്ചാൽ -2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -9 മൈനസ് ഓഫ് മൈനസ് +2 ഈക്വൽ ടു -7. ഇപ്പൊ ഇത് ആവർത്തിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. -7 എന്ന് പറയുന്നത് എന്തിന്റെ വിലയാണ്? എക്സിന്റെ വില തന്നെയാണ്. ഇനി അടുത്തത് x മൈനസ് y എന്ന് പറയുന്നത് -5 ആണ്. പ്ലസ് അതിനോട് y ആഡ് ചെയ്യണം. y-യുടെ വില -2, ദാറ്റ് ഈസ് ഈക്വൽ ടു -7. -5ഉം -2ഉം കൂടെ ആഡ് ചെയ്താൽ -7. അത് എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. അപ്പോൾ അതും രണ്ട് നമ്പേഴ്സ് നെഗറ്റീവ് ആകുമ്പോഴും ഈ കാര്യം അനുസരിക്കുന്നുണ്ട് എന്ന് നമ്മളിപ്പോൾ തെളിയിച്ചു. ഇത് ടീച്ചർ പിന്നെ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ സ്ഥലം കിട്ടില്ല. അടുത്ത സ്റ്റെപ്പിൽ ടീച്ചർ എഴുതി കാണിക്കും. ഇനി ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും. അപ്പൊ 7 നെഗറ്റീവായി 2 പോസിറ്റീവായി. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. -7 + 2 ഈക്വൽ ടു നെഗറ്റീവും പോസിറ്റീവും ആണ്. അപ്പൊ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 5, വലുതിന്റെ ചിഹ്നം നെഗറ്റീവ് എന്ന് കിട്ടി. ഇനി -7 -2, എക്സിൽ നിന്ന് y കുറയ്ക്കണം. അപ്പോൾ 7ൽ ഇപ്പോൾ -7 ആണ് നിൽക്കുന്നത്. അതിൽ നിന്ന് രണ്ടും കൂടെ കുറച്ചാൽ നമുക്ക് എവിടെ എത്തും? നമ്മൾ -9 എത്തും. ഇനി നമ്മൾ x + y എന്ന് പറയുന്നത് -5 ആണ്. -5ൽ നിന്ന് x കുറയ്ക്കണം. x കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ -7 ആണ് എക്സിന്റെ വില. അപ്പോൾ -5 + 7 എന്ന് കിട്ടും. വീണ്ടും ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ 2 എന്ന് കിട്ടി. ഈ 2 എന്ന് പറയുന്നത് ഏതിന്റെ വില തന്നെയാണ്? y-യുടെ വില തന്നെയാണ്. അപ്പോൾ അത് ശരിയായിട്ട് വന്നു. ഇനി അടുത്തത് x + y എന്ന് പറയുന്നത് -5 ആണ്. -5ൽ നിന്ന് y കുറയ്ക്കണം. y-യുടെ വില എന്താണ്? 2 ആണ്. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് -5. -5ൽ നിന്ന് 2 സ്ഥാനം കൂടി കുറഞ്ഞു പോവുക അല്ലെങ്കിൽ ഇടത്തോട്ട് പോവുക എന്ന് പറഞ്ഞാൽ -7 അത് ആര് തന്നെയാണ്? എക്സ് തന്നെയാണ്. കണ്ടോ? എക്സിന്റെ വില -7 കിട്ടി. ഇനി നമ്മൾ x മൈനസ് y എന്ന് പറയുന്നത് -9 ആണ്. അതിനോട് y ആഡ് ചെയ്യണം. y ആഡ് ചെയ്താൽ 2 ആണ് y-യുടെ വില. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 7, വലുതിന്റെ ചിഹ്നം -7, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. അവിടെയും അത് ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു നോക്കൂ. ഇത് നെഗറ്റീവ് ആക്കിയതുപോലെ ഇതിനെയും നെഗറ്റീവ് ആക്കുക. അപ്പൊ ഇത് പോസിറ്റീവ് ആകുന്നു, ഇത് നെഗറ്റീവ് ആകുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നത്? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 + -2 എന്ന് പറഞ്ഞാൽ 7ൽ നിന്ന് 2 കുറച്ചാൽ 5, വലുതിന്റെ ചിഹ്നം പോസിറ്റീവ്. കണ്ടോ? ഇത് -5 ആണെങ്കിൽ ഇത് +5 ആണ്. ഇനി അടുത്തത് നമ്മൾ 7ൽ നിന്ന് -2 കുറയ്ക്കണം. അപ്പോൾ 7 - -2 ഈക്വൽ ടു 7 + 2 ഈക്വൽ ടു 9 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് x + y എന്ന് പറയുന്നത് 5 ആണ്. 5ൽ നിന്ന് ആദ്യം ഏതാ കുറയ്ക്കേണ്ടത്? x കുറയ്ക്കണം. x എന്ന് പറയുമ്പോൾ ഏതാണ്? 7. നോക്കൂ, 5ൽ നിന്ന് 7 കുറയ്ക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക. 7ൽ നിന്ന് 5 കുറച്ചാൽ 2, വലതിന്റെ ചിഹ്നം -2. നോക്കൂ, -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? y തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് x + y നമുക്ക് ഇവിടെ കിട്ടിയത് ഏതാണ്? +5. 5ൽ നിന്ന് y കുറയ്ക്കണം. y-യുടെ വില -2 ആണ്. അപ്പൊ 5 - -2 5 + 2 ആയിട്ട് മാറി ഈക്വൽ ടു 7. ആരാവുന്നു? എക്സ് തന്നെയാകുന്നു. എക്സിന്റെ വില 7 ആണ്. ഇനി അടുത്തത് x - y. ഏതാണ് x - y? 9നോട് y കൂട്ടണം. y-യുടെ വില എത്രയാണ്? -2. 9 + -2. വലതിൽ നിന്ന് ചെറുത് കുറച്ചാൽ 7, വലതിന്റെ ചിഹ്നം +7 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. അപ്പൊ നോക്കൂ, എക്സിനും വൈക്കും 7, 2 എന്ന് പറഞ്ഞ് വില കൊടുത്ത് അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ചെയ്തപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാ സമയത്തും അനുസരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. ഇനി ഞാൻ ടീച്ചർ 0 കൊടുത്തിട്ടുള്ളത് ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. മറ്റത് നിങ്ങൾ ചെയ്യുക. എക്സിന് 0 കൊടുത്തിട്ട് ചെയ്തു, വൈക്ക് ഞാൻ 2 കൊടുത്തു. അപ്പൊ എന്താ കിട്ടുക? 0 + 2 = 2 എന്ന് കിട്ടും. ഇനി എക്സിന് 0 കൊടുത്താൽ 0 - 2. 0ൽ നിന്ന് 2 പുറകിലോട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? -2 എത്തും.
ഇനി എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 2 ആണ്. ആ 2ൽ നിന്ന് എക്സ് കുറയ്ക്കണം. എക്സിന്റെ എന്താണ് വില? 0 ആണ്. 2ൽ നിന്ന് 0 കുറച്ചാൽ 2. 2 എന്ന് പറയുന്നത് ആരുടെ വിലയാണ്? വൈയുടെ വില. അപ്പൊ അതും ശരിയായി. ഇനി എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഇത് എടുത്ത് എഴുതുന്നതിലൊക്കെ തെറ്റിയാൽ കൺഫ്യൂഷൻ വരും, ശ്രദ്ധിച്ച് ചെയ്യണം. 2ൽ നിന്ന് y കുറയ്ക്കണം. വൈയുടെ വില എത്രയാണ്? 2. 2ൽ നിന്ന് 2 കുറച്ചാൽ 0. ആ 0 നമ്മൾ എക്സിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ശരിയായി. ഇനി അടുത്തത് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ -2 ആണ്. ഇത് അവിടെ കിടക്കുന്നുണ്ട്. എക്സ് മൈനസ് വൈയുടെ വില -2. അതിനോട് ഏതാണ് കൂട്ടണത്? y കൂട്ടണം. വൈയുടെ വില 2 ആണ്. അപ്പൊ -2 + 2 = 0 = x. അപ്പോൾ ഇതേപോലെ ഇവിടെ ഇതൊരു ഒറ്റ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പരിഗണിക്കണം. ഇതേപോലെ ഒരു 4 എക്സാമ്പിളും കൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 4, 5 ഇവിടെ നോക്കൂ, 4, 16 എക്സാമ്പിളുകൾ നിങ്ങൾ സ്വയം ചെയ്ത് നിങ്ങൾ ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒരിക്കലും നിങ്ങൾക്ക് തെറ്റില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിലൂടെ വിളിച്ച് ചോദിക്കാം. ടീച്ചറെ സഹായിച്ച് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള അഡീഷനും സബ്ട്രാക്ഷനും ഈ ഒരു വീഡിയോയോട് കൂടി ടീച്ചർ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.